ഷഫീഖ് വധശ്രമ കേസിൽ 2 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. കുട്ടികളുണ്ട്, പരിഗണന വേണം എന്ന് പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. ശിക്ഷാവിധി അല്പസമയത്തിനകമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷപ്ന സിയാദ് ചേരുന്നുണ്ട്. ഷപ്ന, സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഈ ഷഫീഖിന്റെ വധശ്രമ കേസ്. ഇതിൽ രണ്ടാനമ്മയും അച്ഛനും കുറ്റക്കാരെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്തൊക്കെ കോടതി നിരീക്ഷണങ്ങളും കാര്യങ്ങളുമാണ് ഇന്നുണ്ടായിരുന്നത്? സംഗീത, ഈ കേസിലേക്ക് വന്നാൽ 2013 ഇടുക്കി കുമ്മളിയിൽ ഷെഫീഖ് എന്ന 5 വയസ്സുകാരനെ ഇത്തരത്തിൽ ക്രൂരമായി വധിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. ക്രൂരമായി ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുകയും ദേഹമാസകലം മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഷെഫീഖിൻ്റെ ശരീരത്തിൽ നിരവധി പാടുകൾ, പൊള്ളലേൽപ്പിച്ചതുൾപ്പെടെയുള്ള നിരവധി പാടുകൾ ഉണ്ടാകുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ പ്രതികളാക്കപ്പെട്ടത് സ്വന്തം പിതാവായ ഷെരീഫ്, അതോടൊപ്പം തന്നെ ഈ ഷെരീഫിൻ്റെ രണ്ടാം ഭാര്യ, അതായത് ഷെഫീഖിൻ്റെ രണ്ടാനമ്മയായ അനീഷ എന്നിവരെയായിരുന്നു. ഈ 2 പ്രതികളും കുറ്റക്കാരാണ് എന്നിപ്പോൾ തൊടുപുഴ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കെതിരെയുള്ള ശിക്ഷ അല്പസമയത്തിനകം തന്നെ കോടതി വിധിക്കുകയും ചെയ്യും. ഈ പ്രോസിക്യൂഷൻ ഇതിൽ ശക്തമായ വാദം തന്നെ ഉന്നയിച്ചിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ചെറിയ കുഞ്ഞിനെ, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ക്രൂരമായി കൊല ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഈ രണ്ടാനമ്മയ്ക്ക് ഈ കുഞ്ഞിനെ ജീവനോടെ ജീവിക്കുന്നത് താല്പര്യമില്ലായിരുന്നു. ഇതിന് പിതാവും ഒത്താശ ചെയ്തു. അത്തരത്തിലുള്ള വാദം പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. 2021 ഈ കേസിൻ്റെ വാദം ആരംഭിക്കുന്നത്. നീണ്ട 11 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസായിരുന്നു ഇത്. കാരണം മാധ്യമങ്ങളടക്കം വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പിഞ്ചു കുഞ്ഞിനോടുള്ള ഇത്തരത്തിലുള്ള ക്രൂരത പിന്നീട് ഈ കുഞ്ഞിനെ സർക്കാർ ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് മാറിയിരുന്നു. ഇപ്പോഴും ഈ കുഞ്ഞിൻ്റെ അവസ്ഥ, അതായത് ശാരീരിക മാനസിക അവസ്ഥ പൂർണ്ണമായും തിരിച്ചെത്തിയിട്ടില്ല. ഈ കുഞ്ഞിന് നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രശ്നമുള്ള രീതിയിലേക്ക് കുഞ്ഞിൻ്റെ അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ, ഏറ്റവും കൂടുതൽ ശിക്ഷ തന്നെ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോടതിയുടെ തീരുമാനം ഇതിൽ വരും. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇതിൽ സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ കൃത്യമായ തെളിവുകൾ, ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസാണ്. സാഹചര്യ തെളിവുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടുകൾ കൃത്യമായിരുന്നു. ഡോക്ടറുടെ അടക്കമുള്ള മൊഴികൾ ഈ കേസിൽ നിർണായകമായി. ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന പൊള്ളലുകൾ അത് കുട്ടി തന്നെ ഉണ്ടാക്കിയതാണ്, മുറിവുകൾ കുട്ടി തന്നെ ഉണ്ടാക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ഡോക്ടറെ മൊഴി ഇതിൽ വളരെ നിർണായകമായിരുന്നു. ഡോക്ടർ മൊഴി നൽകിയിരുന്നത് പലപ്പോഴും ഈ കുട്ടിയുടെ നമുക്ക് കൈകൊണ്ട് എത്താൻ സാധിക്കാത്ത ശരീരഭാഗങ്ങളിലാണ് മുറിവുണ്ടായിരുന്നത്. അത് ഇവർ തന്നെ കൃത്യമായി ചെയ്തതാണ്. പ്രതികൾ തന്നെ കൃത്യമായി ഈ കുട്ടിയെ ഉപദ്രവിച്ചതാണ് എന്നതിൻ്റെ കണ്ടെത്തലായിരുന്നു. അതോടൊപ്പം തന്നെ സാക്ഷികൾ, ഈ കേസിൽ സാക്ഷി പറഞ്ഞ എല്ലാവരും തന്നെ പ്രതികൾക്ക് വിരുദ്ധമായി, പ്രതികൾക്കെതിരായുള്ള സാക്ഷി പറയുകയും ചെയ്ത ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തക്കതായ ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത്. എന്നാൽ ഈ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് തങ്ങൾക്ക് വേറെയും മക്കളുണ്ട്, ഷെഫീഖിനെ കൂടാതെ വേറെയും മക്കളുണ്ട്, അവരുടെ കാര്യം നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ കോടതി, തൊടുപുഴ സെഷൻസ് കോടതി വിധി പറഞ്ഞേക്കും. ശരി ഷപ്ന.